ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നമ്മൾ ചിലരെങ്കിലും ഫ്ലൈറ്റിന് യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ ഇനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്കിപ്പം കൊച്ചി ടു ബോംബെ കൊച്ചി ടു ഡൽഹിയിലേക്ക് നമുക്കിപ്പം ഒരു ഫ്ലൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചാർജ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ചാർജസ് അറിയാൻ വേണ്ടിയുള്ളൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇല്ലെങ്കിൽ ഇതാണ് വെബ്സൈറ്റ്, നിങ്ങൾക്ക് തന്നെ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വരും. അതിനുശേഷം എന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ട്രിപ്പ് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് വൺ വേ കൊടുത്തു എങ്ങനെയാണെന്നുള്ളത്. അതിന് എത്ര പേഴ്സൺസ് ആണെന്നുള്ളത് കൊടുക്കണം. പിന്നെ എക്കണോമി ഏത് ക്ലാസ് ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഞാൻ എക്കണോമി കൊടുത്തു. എന്നിട്ട് ഞാൻ കൊച്ചി ടു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് കൊടുക്കാം. ഓക്കെ, കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ്സ് നമ്മൾ കൊടുക്കണ്ട, നമുക്ക് എത്ര എമൗണ്ട് ഏതൊക്കെ ദിവസം എത്ര ചീപ്പ് റേറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഏകദേശം നമുക്ക് ഒരു ഏപ്രിൽ മാസത്തിൽ ഈ ഒരു രൂപയാണ് നമുക്ക് വരുന്നത്. ഈ പറയുന്ന ഏപ്രിൽ മെയ്യിൽ ഇങ്ങനെയാണ് നമുക്ക് 2710 രൂപ ആണ് നമുക്കൊരു വൺ സൈഡിലേക്ക് നമുക്ക് വരുന്നത്. പിന്നെ 4000 3000 അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡൽഹിയിൽ കാരണം നോക്കണം. അപ്പോൾ ജൂണിലെ അപ്ഡേഷൻ കിട്ടി, പിന്നെ നമുക്ക് ജൂലൈയിലെ അപ്ഡേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ മാസത്തെയും ഒരു അതായത് ഡേറ്റ്സിലുള്ള കൊച്ചി ടു കോഴിക്കോട് വരെയുള്ളതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൽഹി ആണെങ്കിൽ ഡൽഹി, ലണ്ടൻ ആണെങ്കിൽ ലണ്ടൻ, എങ്ങോട്ടാണുള്ള ഒരു റേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ കൊടുത്താൽ മതി. എനിക്കൊന്നും ഒരു സിമ്പിൾ ആണെന്നുള്ളൂ. അത് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ഏത് ദിവസത്തെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ വെബ്സൈറ്റ് കാണിച്ചത്. അവിടെ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ചില സമയത്തൊക്കെ 1000 സംതിങ് റുപ്പീസിനൊക്കെ നമുക്ക് കൊച്ചി ടു കോഴിക്കോട് പോകാതിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് യാത്രയായി ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്കൊരു ഫ്ലൈറ്റ് യാത്ര കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാണ്. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.